ഇന്ന് രാത്രി ചിലപ്പോൾ മഴ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല ക്ലൈമറ്റാണ് കേട്ടോ. പിന്നെ ഈ ഗ്യാസ് വണ്ടികളെ പിന്നാലെ പോകാൻ പേടിയുണ്ടോ? പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതായത് നമ്മൾ സുഹൃത്തുക്കളെ നമസ്കാരം കേട്ടോ. അപ്പോഴേ നമ്മുടെ മണ്ണാർക്കാട്ടിൽ മഴ പെയ്താൽ, റോഡിൽ മഴ പെയ്താൽ നല്ല രസമാണ്. ഒരു കാര്യം പറയുമ്പോഴാണ് ഓരോ ആൾക്കാർ പിന്നിൽ വന്നിട്ട് അല്ല, എല്ലാവർക്കും സ്പീഡല്ലേ വേണ്ടത്. വേറൊരു കാര്യമുണ്ട്, സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റോഡിൻ്റെ ഒരൊറ്റ ലൈന് മാത്രം നോക്കണം. ഒരു ലൈന് മാത്രം, ഇടത്തേക്കും മലത്തേക്കൊന്നും പോവാൻ നിൽക്കരുത്. നിങ്ങൾ ഒറ്റ ലൈനെല്ലാം പിടിച്ചാൽ നിങ്ങൾക്ക് നല്ല ഡ്രൈവറായിട്ട് സ്പീഡിൽ പോവാം. ചില ആൾക്കാരുണ്ട് കിട്ടിയ ക്യാപ്പിൽ വെച്ച് കയറും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. കാര്യം പറഞ്ഞുതരാം, അത് വളരെ മോശമുള്ള കാര്യമാണ്. അത് നിങ്ങളുടെ എന്താ പറയുക, ക്ഷമയല്ല, വേറെ എന്തൊരു സംഭവമുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം കുറച്ച് കഴിഞ്ഞ് കേട്ടോ. ഈ റോഡിൽ നിങ്ങൾ പോകുമ്പോൾ നോക്കാം കേട്ടോ, എന്തൊക്കെ വണ്ടികൾ ചെയ്യുന്നത്, ഏതൊക്കെ വണ്ടികളാണ് റോങ്ങിൽ വരുന്നത്, ഏത് വണ്ടിയാണ് കറക്റ്റ് ഡ്രൈവിങ്, ഇൻഡിക്കേറ്റർ ഏത് വണ്ടികളൊക്കെ ഇട്ട് തിരിയണത്, ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് മറ്റുള്ള വാഹനങ്ങൾ എങ്ങനെ പോകുന്നുണ്ട് എന്ന് നോക്കിയിട്ടും കൂടി നിങ്ങൾക്ക് ഡ്രൈവിങ് പഠിയും. അത് അവർ ചെയ്യണമൊക്കെ കണ്ടിട്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കരുതില്ലേ, പണി കിട്ടും. അപ്പം ഞാനിപ്പോൾ മെല്ലെ പോണത്, അതായത് നമുക്കിപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരും കൂടി വേണമല്ലോ. പള്ളി പോകാം. ഒരു കിലോ പഴം കിട്ടിക്കഴിഞ്ഞാലേ പഴുപ്പിക്കുക, അമ്മാതിരി പുകയാണ്. അതെന്താ പറയുക, ഒരുപാട് ലോങ് ഓടുന്ന വണ്ടികളുണ്ടാവും. അപ്പോൾ അവർക്കൊന്നും ഈ ഓയിൽ ചേഞ്ച് ചെയ്യാൻ സമയം കിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ കറുത്ത പുക വരുന്നത്. പിന്നെ കൂടുതലും നമ്മുടെ കേരളത്തിലെ ആനവണ്ടികൾക്കാണ് കറുത്ത പുകയായിട്ടുള്ളത്. ഈ വണ്ടികളൊന്നും പാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു 6 മണി കഴിഞ്ഞു, 6:30. ഡ്രൈവിങ്ങിൻ്റെ ആൾക്കാർ എന്തൊക്കെ ആലോചിച്ച് പോവാണ്. അതേപോലെ ഓരോ മനുഷ്യന്മാരും എത്ര ചെറുതാണല്ലേ നമ്മൾ, ഈ ലോകത്തിൽ എത്ര ചെറുതാ അറിയോ. എന്നിട്ട് നമ്മളിങ്ങനെ ഈ നടന്നു പോണ ആളില്ലേ, ഇത് മണ്ണാർക്കാട്ടത്തെ ഹരിയേട്ടനാണ്. മൂപ്പര് ജയൻ്റെയൊക്കെ വേഷം കെട്ടിയിട്ട് ഇടയ്ക്ക് നടക്കാറുണ്ട്. നിങ്ങളെ ആരും ഇല്ല കേട്ടോ അയാൾക്ക്. എന്താണ് അതിൻ്റെ കഥയൊന്നും എനിക്കറിയില്ല. എല്ലാവരും ബസ്സിലൊന്നും ആൾക്കാരില്ലപ്പോൾ, ഒക്കെ കാറിലാണ് യാത്ര ചെയ്യുന്നത് കൂടുതലും. അവർക്ക് അതിൻ്റെ ഇത് പോവാണ്, ആ ഫീലിങ് പോവാണ്, ആ നൊസ്റ്റാൾജിയ പോവാണ്. ശരിക്കും പറഞ്ഞാൽ കാറിലൊക്കെ യാത്ര ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്. ഞാൻ കാറിൽ യാത്ര ചെയ്യുന്ന കുറ്റം പറയല്ല. പിന്നെ ഒന്നാമത് എന്താ അറിയോ, ഈ കാറിൻ്റെ ഗ്ലാസ് മുഴുവൻ പൊന്തിച്ച് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിലുള്ള മുന്നിലുള്ള ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഒരു കുറച്ചെങ്കിലും കാർ താഴ്ത്തി വയ്ക്കുക എല്ലാ ഗ്ലാസും. അപ്പം നിങ്ങൾക്ക് പിന്നിൽ വരുന്ന വാഹനങ്ങളെ സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാനുള്ളൊരു സംഭവം കൂടി നിങ്ങൾക്ക് അതിന് കിട്ടും. ഇവിടെ ഈ ട്രാഫിക് ലൈനിൻ്റെ വരയൊക്കെ മാഞ്ഞു പോയതുകൊണ്ടേ കറക്റ്റായിട്ട് അവിടെ ലൈന് കിട്ടുന്നില്ല. അതാണ് ഈ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്ന സംശയം എനിക്ക്. നോക്കി ചിരിക്കലും കൂടി ഇല്ല. എൻ്റെ മോത്തിക്കല്ല കേട്ടോ, പരസ്പരം. അല്ല, റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെ മൊത്തത്തിൽ ചിരിക്കുക അല്ലേ. പക്ഷെ പണ്ടത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, പണ്ടത്തെ ആളുകൾ, പണ്ടത്തെ ഡ്രൈവർമാരുടെ കാര്യം വിട്, ഏതൊരാൾ കണ്ടാലും ഒന്ന് പുഞ്ചിരിക്കുകയും ചെയ്യും കേട്ടോ. ഇപ്പം പുഞ്ചിരിക്കുന്നില്ല. എന്താണ് അതിൻ്റെ കണ്ടീഷൻസ് എനിക്കറിയില്ല. ആൾക്കാർക്ക് ഇതേമാതിരി ഒന്ന് ചവിട്ടി കൊടുക്കണം. സ്പീഡ് പോകുമ്പോൾ നടക്കില്ല. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അവരെയും കൂടി നമ്മൾ പിന്നെ ഒന്ന് വിലയിരുത്തണം, ഇതിൽ ബഹുമാനിക്കണം എന്ന് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യനാണ്, അവരും മനുഷ്യനാണ്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ, ഇങ്ങനെ കയറി വരാൻ പാടില്ല ശരിക്കും. പക്ഷേ ഇങ്ങനത്തെ സാഹചര്യത്തിൽ എന്തായാലും കയറി വരാം, അതിന് കുഴപ്പമൊന്നുമില്ല.
ഞാനിപ്പോൾ ഇങ്ങനെ പോയിട്ട് സമയം പോകാന്നല്ലാതെ ഒരു കാര്യമല്ല ഇത്. അവിടെ നിൽക്കണമെങ്കിൽ എന്താ അറിയോ, 3 വണ്ടികൾ. ഇയാൾ ഇൻഡിക്കേറ്ററിൽ ഇട്ടിട്ടില്ല. എന്നാലും നമുക്ക് എങ്ങോട്ട് പോകാമെന്നറിയുള്ളൂ. ഇപ്പോഴാണ് ഇട്ടത്. ഒന്നാമത് എന്താ അറിയോ, ഈ കൂടുതൽ ഈ സീബ്ര ലൈനിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഈ ടൗണിൽ കൂടെ പോകുമ്പോൾ എന്തറിയോ, ആൾക്കാർ ചടപടയേച്ച് ചാടി ഇറങ്ങും. അപ്പോൾ അതൊക്കെ പ്രശ്നമാണത്. ആൾക്കാർ കൂടി എന്താ പറയുക, നമുക്ക് തന്നെയാണ് മോശം. ഈ ശ്രദ്ധിച്ചില്ല, അനക്ക് ശ്രദ്ധിച്ചൂടെ, അങ്ങനെയും പറയാം. അപ്പം നിങ്ങൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോകണം. പിന്നെ ഡ്രൈവിംഗ് പഠിക്കുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിക്കണം. ഈ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ ആദ്യമായിട്ട് ഈ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ പോകും. അപ്പോൾ നിങ്ങൾ ലൂസ് ഡ്രസ്സ് ഇടുക. ലൂസ് ഡ്രസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനത്തിൽ തിരിയാനും, അതായത് സീറ്റിലിരുന്നിട്ട് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് ശരീരം ചിലപ്പോൾ ഇളക്കേണ്ടി വരും. അതൊക്കെ അതിനനുസരിച്ച് ഡ്രസ്സ് ഇട്ടിട്ട് പോവുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് പാൻറ്റ്, ടൈറ്റ് ടീഷർട്ട്, ടൈറ്റ് ഷർട്ടൊക്കെ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പടിയും ഇല്ലാന്നല്ല, പക്ഷേ കംഫർട്ടായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും വാഹനം ഓടിക്കാൻ കഴിയില്ല. സ്പേസ് ഉണ്ടാവില്ല എന്ന് മാത്രം. ഓരോ ദിവസം ഓരോ യാത്രയുണ്ടല്ലേ. ഈ യാത്ര നമ്മൾ എന്താണാവോ അല്ലേ, എങ്ങനെയാണാവോ അങ്ങനെയൊക്കെ ചിന്തിച്ച് പോവുകയാണ് ഓരോരുത്തരും. ഏകദേശം 7 മണി ആവാറായിട്ടോ. നല്ല ബ്ലോക്കാണ് കോടതിപ്പടി. അത് എപ്പോഴും അതെ. അത് ഈ സൈഡിൽ വാഹനങ്ങൾ നിർത്തിയിട്ടാണ്. ഒന്നാമത് ബൈക്ക് അങ്ങോട്ട് തോന്നിയ മാറി നിർത്തിയിട്ടും മൂട് തിരിഞ്ഞിട്ടും ഫ്രണ്ട് അങ്ങോട്ട് തിരിച്ചിട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ടും അവർക്ക് തന്നെ ഡിസിപ്ലിൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അച്ചടക്ക ബോധം അതാണ് മെയിനായിട്ട്. ഒരു ചില സ്ഥലത്ത് ഇവിടെയൊക്കെ ഓരോ ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്, ഒരു മഞ്ഞ വര, അതിന് കറക്റ്റായിട്ട് നിർത്തിയില്ല. ഇതങ്ങനെയില്ല. ഇവരെന്തൊക്കെ ആരാന്ന് തന്നെ അറിയാത്ത മാതിരി ആണ് ഇവിടുത്തെ സ്റ്റാൻഡ് കട്ടാതെ പോകണത്. അവിടെ വണ്ടി സ്റ്റാൻഡിലാണെന്ന് അയാൾക്ക് അറിയാം. സ്റ്റാൻഡിൽ ഒന്ന് തട്ടിപ്പോയാൽ മതി, കുഴപ്പമില്ല. എന്തോ എങ്ങനെ ആർക്കറിയാം.